ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ ബജറ്റിൽ പൂർണ്ണമായും കൈയൊഴിഞ്ഞ സർക്കാർ. അതേസമയം വൻതുക ശമ്പളം ഇനത്തിൽ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വർദ്ധിപ്പിക്കാൻ ധനമന്ത്രി ഉത്സാഹിച്ചത് ഭാരത് തന്നെ സമരത്തിനിറങ്ങിയതിനാലാണെന്നാണ് പരിഹാസം. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് LDF ഒരുങ്ങുകയാണ്. ശനിയാഴ്ച ഇടത് മുന്നണി യോഗം ചേരും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, തലസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തീർച്ചയായും ഈ ബജറ്റിനെ തുടർന്നുള്ള ചർച്ചകളും ആശങ്കകളും മറ്റുമാണ്. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ ബജറ്റിൽ പൂർണ്ണമായും സർക്കാർ കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു എന്നുള്ളതുമുള്ള ഇരട്ട നീതി എങ്ങനെ നോക്കിക്കാണാം? എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്ന വിലയിരുത്തലുകൾ? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമസ്തേ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, ഭിന്നതകൾ ഇതൊക്കെ തന്നെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഇന്നലെ നമ്മൾ ഉയർന്നു കേട്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്നലെ മന്ത്രി GR അനിൽ ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഈ ഭക്ഷ്യസാധനങ്ങളുടെ വില കയറുന്നു, ആ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയിലുള്ള നടപടികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വിമർശനം. മന്ത്രി അത്തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായി തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പ്, ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയെ അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ മന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം ഈ ബജറ്റോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ പട്ടയ മിഷനൊക്കെ തന്നെ രൂപീകരിക്കാനുള്ള നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുകയാണ്. ആ ഘട്ടത്തിൽ അതിനായി പണം നീക്കിവെക്കാതെ മറ്റ് നടപടികൾക്കായി മറ്റ് മേഖലകൾക്കായി പണം നീക്കിവെച്ചതിനെ റവന്യൂ മന്ത്രി കൂടി വിമർശിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെയാണ് ഈ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, നിലനിർത്തും, അത് കൃത്യസമയത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അർഹരുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളതൊക്കെയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും പ്രധാനപ്പെട്ട വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനങ്ങളെല്ലാം വാഗ്ദാനങ്ങളായി മാത്രം ഒതുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ നമുക്ക് കാണാനായത്. 1 രൂപ പോലും 1600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ ഒരു മേഖലയിലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 5 മാസത്തിലധികമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, അത് എന്ന് കൊടുത്തു തീർക്കാനാകും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം ഏർപ്പെടുത്തുക, അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതേസമയം തന്നെയാണ് യൂത്ത്ഫുൾ ബജറ്റ് ആണ് എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രസ്താവന എന്നുള്ളതാണ്. യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റ്, യുവാക്കളുടെ ഭാവി ലക്ഷ്യം കണ്ടുള്ള ഒരു ബജറ്റ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ ഒട്ടനവധി ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ദുരിതവും ഉണ്ടാക്കുന്നതാണ് ഈ ബജറ്റ് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർ, നമുക്കറിയാം, മാസത്തിൽ ശമ്പളം വാങ്ങുന്നവരാണ്, ഒരു നിശ്ചിത തുക അവർ വാങ്ങുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ DA കുടിശ്ശിക, കഴിഞ്ഞ മാസങ്ങളായുള്ള അവരുടെ ആവശ്യമായിരുന്നു DA കുടിശ്ശിക വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ഡിസംബർ 3-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാര്യ തന്നെ ഇത്തരത്തിൽ സമരത്തിനിറങ്ങുന്ന ഒരു കാഴ്ച അന്ന് മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ഒരു ബജറ്റിൽ ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ കാര്യങ്ങൾക്ക് പണം നീക്കിവെക്കാതെ DA കുടിശ്ശികയും DAയും വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഒപ്പം തന്നെ ഈ സമസ്ത മേഖല എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നെൽകർഷകരെ പാടെ അവഗണിക്കുന്നു, റബ്ബർ മേഖലയെ പാടെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. അവരുടെ ആശങ്കകൾ മന്ത്രിയെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അറിയിക്കാനുള്ള നടപടികളിലേക്ക് അവർ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, നെല്ല് കൂട്ടിയിട്ട് അത് വാങ്ങാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകാതെ ആത്മഹത്യയിലേക്കൊക്കെ തന്നെ പോകുന്ന നെൽകർഷകരുടെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നിരവധി കർഷകരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ആത്മഹത്യയിലേക്ക് പോയത്. അത്തരത്തിലുള്ള കർഷകരെ കരകയറ്റാനുള്ള ഒരു ക്ഷേമ പദ്ധതികളും സർക്കാരിന്റെ ഈ ബജറ്റിൽ 2024 ബജറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലടക്കമുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സമരമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും മത്സ്യബന്ധന മേഖലയെ കൈയൊഴിഞ്ഞ് സഹായിക്കുന്നു എന്ന് സർക്കാർ പറയുമ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നീക്കിവെക്കുന്ന ബജറ്റ് തുക
അത് എത്രത്തോളം കൈകളിലേക്ക് എത്തും, ആ മേഖലയിലുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തും എന്നുള്ളൊരു ആശങ്ക തീരദേശവാസികൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാവി കണ്ടുകൊണ്ടുള്ള ബജറ്റ്, അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവി ഉൾപ്പെടെ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന് പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കാര്യമായ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും അതാണ് കാരണം സൂര്യോദയത്തിലാണ് സമ്പദ്ഘടന എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കൊക്കെയുള്ള പുതിയ ചുവടുവയ്പ്പുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അതും സ്വകാര്യ നിക്ഷേപം ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഇടത് മുന്നണിയുടെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ എക്കാലത്തെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അല്ലാതെ സർക്കാർ ഈ ധനപ്രതിസന്ധി മറികടക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ശാലിനി ഇപ്പോൾ സൂചിപ്പിച്ചല്ലാണ്. അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കിക്കാണേണ്ട കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. ലക്ഷ്മി, അത് തന്നെയാണ്. കേന്ദ്രത്തിനെ പഴിച്ചേരുക, കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല, ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ സമരം ശക്തമാക്കുക ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ് ഉടനീളം നമുക്ക് ആ ബജറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനൊരു കോപ്പ് കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നലെ നിയമസഭയിൽ നമ്മൾ കണ്ട ആ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും അമ്പേ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ നിക്ഷേപം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വരണം എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അവരുടെ നയത്തിന് അല്ലെങ്കിൽ അവരുടെ ആശയം കൂടിയാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. അതേസമയം തന്നെ അഴിമതിയുടെ കൂമ്പാരമായ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് സർവകലാശാലയുടെ നവീകരണം, സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഒക്കെ തന്നെ തുക മാറ്റിവെക്കുന്ന സംസ്ഥാന സർക്കാർ ഇക്കുറി മാറ്റിവെച്ചിട്ടുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള തുക എന്നുള്ളതാണ്. പല സർവകലാശാലകളും ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അധിക തസ്തികകൾ സംസ്ഥാന സർക്കാർ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനായി അധികമായി പ്രഖ്യാപിക്കുന്നു. അവിടെയും വലിയ രീതിയിലുള്ള തിരിച്ചടി സർക്കാരിനും സർവകലാശാലകൾക്കും ഉണ്ടാകുന്നതിനിടയിലാണ് ഈ ഒരു സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കുമുള്ള കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം തേടിയുള്ള കേരളത്തിന് പുറത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള സമഗ്ര പദ്ധതി എന്ന രീതിയിൽ സർവകലാശാലകളെ മോടിപിടിപ്പിക്കാനും കൂടുതൽ നിക്ഷേപം സ്വകാര്യ മേഖലയിൽ നിന്ന് കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് എത്രത്തോളം നടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും ഉയരുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കാര്യമായ പ്രഖ്യാപനങ്ങളില്ല, കാര്യമായ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങളില്ല. ഒരുപക്ഷെ ധനപ്രതിസന്ധി എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ധനമന്ത്രി പറയുന്നുണ്ട്. ആ ധനപ്രതിസന്ധി പരിഹരിക്കാൻ ഈ ഒരു സംസ്ഥാനം എന്തൊക്കെ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്താൻ ഈ ഒരു ബജറ്റിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി.